സ്കിന്ന് എന്തുമാത്രം ആ ഒരു ടാനെല്ലാം മാറി നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ കാണാൻ പറ്റുന്നില്ല, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ് സൺ ടാൻ അടിക്കുന്നത്. നമ്മൾ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്താലും ചില സമയത്ത് സൺ ടാൻ നല്ല രീതിയിൽ അടിക്കും. അതായത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ലെയറായിട്ട് നമ്മളെ സ്കിന്നിൽ ഇങ്ങനെ കവർ ചെയ്ത് കാണാം. അത് സൺ ടാൻ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ ആ ഒരു ഇത് പിന്നെ നമുക്ക് സ്കിന്ന് സൺ സ്പോട്ട്സ് ഒക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ ഡാമേജ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് ചെയ്യുന്നത്. നമ്മളൊരു ഡീറ്റാൻ മാസ്ക് തയ്യാറാക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്ത് കണ്ടാലും നമുക്ക് ആ ഒരു റെമഡി എന്താണെന്ന് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് അയക്കണം അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും സ്കിൻ കെയറും വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. മേക്കപ്പ് ഇട്ടാലും എന്തിട്ടാലും നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലെൻസിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ ഇങ്ങനെ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം മുക്കിയിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിൽക്ക് ക്ലെൻസിങ് മിൽക്കാണ്. അപ്പോൾ ഇത് ഒലിവിയുടെയാണ് കേട്ടോ. ഡീപ്പ് ക്ലെൻസിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാണ് സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഇതാക്കി കൊടുക്കുക. ഞാൻ ഡീപ്പ് ക്ലെൻസിങ് ആട്ടോ ചെയ്യുന്നത്. ക്ലെൻസിങ് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്കും യൂസ്ഫുൾ ആകും. ഇതൊരു കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് എന്നിട്ട് നമുക്കിങ്ങനെ താടിയുടെ അവിടെ തൊട്ട് തുടങ്ങാം. ഇങ്ങനെ കവിളിലൊക്കെ നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണ്ട. ക്ലെൻസ് ചെയ്യാണ്. നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ ഇത് ഡ്രൈ ആയിട്ട് തോന്നുമെങ്കിൽ വെള്ളം ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തിട്ട് ടിപ്പിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണ്. ഞാൻ ഡീപ്പ് ക്ലെൻസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ മുഖത്തുള്ള ഓയിലും ഇമ്പ്യൂരിറ്റീസ് എല്ലാം നല്ല രീതിയിൽ പോകും. സത്യം പറഞ്ഞാൽ ആക്നെയ്ക്ക് കാരണമാകുന്ന ആ ഒരു ഇതെല്ലാം ഈ ഒരു ഇതിൽ കൂടെ പോകും. കാരണം ഓയിൽ കണ്ടൻറ്റ് എല്ലാം പോകും ഈ ഒരു ക്ലെൻസിങ്ങിലൂടെ തന്നെ. നമുക്കൊരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും പറ്റുമെങ്കിൽ ഇതുപോലെ ഡീപ്പ് ക്ലെൻസിങ് ചെയ്യാമല്ലേ. നമ്മൾ സാധാരണ പെട്ടെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നെറ്റിയിലൊക്കെ നല്ല കുരുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലെൻസിങ് ഇടയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല രീതിയിൽ കുരുക്കളൊക്കെ മാറി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലെൻസ് ചെയ്യും. നല്ല രീതിയിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഇതുപോലെയൊക്കെ കുറച്ച് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിലുള്ള സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ നല്ല രീതിയിൽ പോകും. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിലും കൂടെ ചെയ്തിട്ട് അതിങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുരുകത്തിൻ്റെ നമ്മളാ പുരുകത്തിൻ്റെ ഒരു ഇത് ഇളകാത്ത രീതിയിൽ നമ്മൾ മുടിയൊന്നും പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വൈപ്പ് ചെയ്ത് മാറ്റുവാണ്. ഈ ഒരു രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന സൂപ്പറായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. നമ്മൾ ക്ലെൻസിങ്ങിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെ ഒരു ക്ലെൻസിങ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നല്ല മുഖത്തിന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം വൈപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ക്ലെൻസൊക്കെ ചെയ്ത് റെഡി. അപ്പോൾ ഇനി നമുക്ക് മാസ്ക് തയ്യാറാക്കാം. ഡീറ്റാൻ മാസ്ക് ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. ഏത് കോഫി പൗഡർ വേണം എടുക്കുക, ഇൻസ്റ്റൻ്റ് ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൽ കുറച്ച് തേന ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ തേന മതിയാവും. ഇനി നമുക്ക് ഉണ്ടാകുന്ന നാരങ്ങയാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ഈ സംഭവം വലുതായിപ്പോയി, കുഴപ്പമില്ല, നമുക്കതിൻ്റെ കുറച്ചെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ എടുക്കാം. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ പിഴിഞ്ഞ് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കിട്ടത്തക്ക രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഈസി ആയിട്ടുള്ള പാക്കല്ലേ. പിന്നെ ഇത് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻകാരൊക്കെ ആണെങ്കിൽ ഇതിൽ നമ്മുടെ തൈര് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ നാരങ്ങയ്ക്ക് പകരം നമുക്ക് തൈര് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുഴപ്പമില്ല, നോർമൽ സ്കിന്നാണ്, അതുകൊണ്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റിനൊക്കെ ആവുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്.
അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ നെക്കിൻ്റെ സൈഡിലും കൂടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർ ഈ കർഡ് ചെയ്താൽ മതിയാവും. കാരണം എന്ന് വെച്ചാൽ നാരങ്ങ എന്ന് പറയുമ്പോൾ ഒരു അസിഡിറ്റി പവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ റിയാക്ഷൻ പെട്ടെന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു 10 മിനിറ്റൊക്കെ നമ്മൾ ഇത് പാക്ക് ഇതാക്കിയതിന് ശേഷം നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ നേരം വെക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതായിട്ട് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പാക്ക് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ പാക്ക് മുഖത്ത് ഇപ്പോൾ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേച്ച് ടെസ്റ്റ് നടത്തണം. കാരണം നമ്മളെ ശരീരത്തെ ഇപ്പം നമ്മളെ കഴുത്തിൻ്റെ സൈഡിലോ ചെവിയുടെ സൈഡിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇടാൻ പോകുന്ന ആ പാക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം നോക്കണം. നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാവൂ. കാരണം എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ട്, അപ്പോൾ അത് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മളത് ഇതാക്കിയതിന് ശേഷമേ ഇതാക്കാം. അപ്പോൾ ഞാനിതൊരു പാക്ക് ഇതാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചു. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം മാത്രം ഞാനൊന്ന് ഇതാക്കണം. അപ്പോൾ എൻ്റെ കോഫി പൗഡറിൽ ചെറിയ തരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സ്കിന്നിന് ഡാമേജ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം പാക്ക്. അപ്പോൾ ഞാൻ ഒരു വൈപ്പ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എൻ്റെ റിസൾട്ട്? എൻ്റെ സ്കിന്നിന് എന്തുമാത്രം ആ ഒരു ടാനെല്ലാം മാറി നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ കാണാൻ പറ്റുന്നില്ല. ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. എന്ത് മാറ്റം നോക്കിയാൽ സ്കിന്ന് ശരിക്കും എന്താ ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട് നമ്മളെ സ്കിന്നിൽ. അപ്പോൾ എന്തുമാത്രം ടാൻ നമ്മളെ സ്കിന്നിലുണ്ടായെന്ന് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു റിസൾട്ടിൽ. അപ്പോൾ ഞാൻ മുഴുവനും ഒന്ന് മാറ്റിയിട്ട് കാണിക്കാം. നമ്മൾ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്താക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ജോവീസ് ഹെർബലിൻ്റെ ആണ് കേട്ടോ. നോർമൽ സ്കിന്നിനെല്ലാം യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് തന്നെ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ ഓയിലി സ്കിന്നുള്ളൊരു ഓയിൽ കണ്ടൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്താൽ ആ ഒരു ഇതും ഇങ്ങനെ ഉരുകി ഇങ്ങനെ ഇരിക്കും ക്രീമായിട്ട് തന്നെ. അപ്പം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറൊക്കെ നല്ലത് നോക്കി ചൂസ് ചെയ്യണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ കെയറിൽ. ഞാൻ കഴുത്തിലൂടെ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. കാരണം സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു റെമഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു പാക്കാട്ടോ, നല്ലൊരു ഡീറ്റാൻ പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ്, പിന്നെ കുറച്ച് നല്ല ഗ്ലോ ഒക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഞാനിപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മാറ്റം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. കുറച്ച് നേരത്തെ ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.